ഹലോ ഗായ്സ്, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, അപ്പം നമ്മളിന്ന് ജസ്റ്റ് ഓഫ് ഡേ ആയതുകൊണ്ടൊന്ന് ചില്ലടിക്കാനായിട്ട് പുറത്തേക്ക് പോവാണ്. അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടികളൊക്കെ കാണാം. ലെറ്റ്സ് ഗോ. വായോ. ഞങ്ങൾ ടാക്സിയിൽ കയറിയിട്ട് തിരിച്ചിറങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വണ്ടിയും കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ. ഈ കാണുന്നത് ഒരു കോളേജാണ് കേട്ടോ. ഭയങ്കര കാറ്റല്ലേ, അത് കൈ കൊണ്ട് കാണിക്കല്ലേ, പോലീസ് പിടിച്ചോട്ട് പോകും. ആ കാണുന്ന സാധനം ചൂണ്ടിക്കാണിച്ചിട്ട് അതെന്ത് എന്ത് സാധനമാണെന്ന് ചോദിക്കുന്നത്. നല്ല കിടിലം കേട്ടു. ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഡയലോഗ് നല്ല പരിചയം കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളിപ്പോൾ കാണുന്നത് ഒമാന്റെ ഭ്രാന്ത പ്രദേശങ്ങളുടെ ഒരു ഭ്രാന്തി. ഇത്ര മുടിയിട്ടും കാര്യമൊന്നുമില്ല, ഭയങ്കര കാറ്റില്ലേ, അവിടുത്തെ കാറ്റില്ലേ. ഇത് ചെയ്യാറ് ഇപ്പോൾ നമ്മൾ കോറം ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ബാക്കിൽ കാണുന്നതാണ് കോറം ബീച്ച്, ഈ കാണുന്നതാണ് മുന്നിസ്, എൻ്റെ ഒരു ഭാര്യ. നമ്മുടെ ടീം ഓൾറെഡി നടന്നു കേട്ടോ, നടന്നത് അങ്ങോട്ട് പോയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ബീച്ചിൽ പോവാം, ബീച്ചിലോട്ട് പോകാം. Come on, let's go. കാണുന്നുണ്ടോ? ഭയങ്കര തണുപ്പാ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. ഇതൊന്നും അല്ല ഡെസ്റ്റിനേഷൻ, ഞങ്ങള് പാർക്കിലാണ് പോകാൻ പ്ലാൻ ചെയ്തിരുന്നത്. അവിടെ ചെന്നപ്പോൾ അത് അടച്ചിട്ടേക്കാം. ഞങ്ങള് ശരിക്കും പറയാം, ഞങ്ങൾ പാർക്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പക്ഷെ പാർക്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ മസ്കറ്റ് നൈറ്റ്സിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അവർ 1-ാം തീയതി ഓപ്പൺ ആക്കുള്ളൂ. അപ്പോൾ ഇനിയിപ്പം അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം, പാർക്കിലോട്ട് പോകുന്നത്. ഇനിയിപ്പം നമ്മളിപ്പോൾ ഇവിടെ ബീച്ചിൽ കോറം ബീച്ചിലാണെന്നൊക്കെ, അത്യാവശ്യം അടിപൊളി ബീച്ചാണ്. നല്ലൊരു കാറ്റും അത്യാവശ്യം സൺസെറ്റ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം, ബീച്ചിലേക്ക് പോകാം. അപ്പോൾ ബൈ. പൊടിക്കാറ്റാണ്, പക്ഷെ പൊടി പൊക്കോണ്ടിരിക്കുക. പൊടി ഞാൻ ആദ്യമായിട്ട് ഇത്രയും പൊടിയും കാറ്റും അടിപൊളിയാണ്. നമുക്ക് വെള്ളത്തിലോട്ടിറങ്ങിയാലോ? വേണ്ടേ? കാറ്റൊന്നും ഇരുമൂല്ലേ, സഹിക്കാൻ പറ്റുന്നില്ല. കണ്ണിലാണ് പൊടി അടിച്ചിട്ടാണ് എന്റെ കണ്ണിന്റെ പരിപാടി തീർന്നത്. നമ്മളിനിപ്പോ വെള്ളത്തിലോട്ട് ഇല്ല, ഇറങ്ങാം, കുഴപ്പമില്ല. അതായത് താഴത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇറങ്ങാം, കുഴപ്പമില്ല. അയ്യോ
ഇല്ല നരച്ച് കെട്ടിക്കുന്നത്. അപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ? ഫുള്ള് നരച്ച് അല്ല ഊളം പണമല്ലേ നനഞ്ഞ് നാര്. സാരല്ല ഞാനെന്ത് ചെയ്യുന്നു? കടലിൽ ഇഷ്ടത്തിലല്ലേ കടല്. എങ്ങനെയുണ്ട് നനഞ്ഞിട്ടുള്ള ഫീലിംഗ്? എക്സ്പ്ലെയിൻ ചെയ്യേ. എങ്ങനെയുണ്ട് നനഞ്ഞിട്ടുള്ള ഫീലിംഗ്? നീ തീർന്നു. വെള്ളം കാണിക്കാൻ പറഞ്ഞ ഇത്രയും പ്രതീക്ഷിച്ചില്ലേ? ഇട്ടിട്ട് ഓടിയൊന്നുമില്ല, ഞാൻ എന്തിനു വിശ്വടുത്ത് നോക്കിയല്ലേ. അങ്ങനെ നടന്ന് വാദി സ്ട്രീമിന്റെ അടുത്തല്ലേ. ഞാൻ സത്യം പറഞ്ഞ ഒമാനി വന്നിട്ട് ഞാൻ ഇത്രയും കാറ്റും കണ്ടോ, ഇത്രയും കാറ്റും ഇങ്ങനത്തെ ഒരു നേച്ചർ അതായത് ഇങ്ങനത്തെ ഒരു വെതർ ആദ്യമായിട്ടാ ഇത് ചെയ്യുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇപ്പുറത്തെ വാദി, ഇപ്പുറത്തെ കടല്. ഇവിടെ എന്റെ മുന്നയുടെ നനഞ്ഞ പാന്റ്, മുന്നിൽ ചിരിക്കുന്നു, മുന്നയുടെ പല്ല് കാണുന്നു. ആ അതെ ചേത്തൻ. ശരിക്കും ഞാനാണ് ഗൈസ് കടലിന്റെയും ചേത്തനും നടക്കുക. ഒരു ഹെവൻലി ഫീലിംഗ് അല്ലേ? അല്ല ശരിക്കും പറഞ്ഞല്ലോ ഒരു ഭയങ്കര അല്ല ശരിക്കും പറഞ്ഞ കേട്ടോ. ഇല്ല ഞാൻ ഓടിയില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് നീങ്ങി നിന്നിട്ടുള്ള കയ്യിൽ പിടിച്ചിട്ട് വലിക്കാൻ വേണ്ടി. പിന്നെ ചായ വെച്ചില്ല കാറ്റെന്ന് പറഞ്ഞാൽ ചെറിയ കാറ്റൊന്നുമില്ല, ഭയങ്കര കാറ്റ് കേട്ടോ. ഷിറ്റ്സോ അല്ലേ ഇതുണ്ട്. ഒരു കിടിലം ഹോട്ടലാണോ ഇത്? ഓ സ്റ്റാർബക്സ് ആണ്. വായിച്ചില്ല സ്റ്റാർബക്സ്. ഇപ്പൊ നമുക്ക് സ്റ്റാർബക്സ് വേണ്ട കഴിച്ചു. നമുക്കിപ്പോ കടക്റ്റി ഏരിയയിൽ പോകും. പിന്നെ വേറെ കാര്യം പറയാനുണ്ട്, ഇവിടെ ഭയങ്കര വണ്ടി ഭ്രാന്തന്മാരാ. ഞാൻ കണ്ടിട്ട് കുറെ ഭയങ്കര വണ്ടി ഭ്രാന്തന്മാർ. ഇവിടെ മോട്ടിവേഷൻ കുഴപ്പമില്ല, സൗണ്ട് ഒന്നും പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ആ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ഇരുന്നാലും കുറച്ച് നോക്കി. ഏയ് പൊട്ടി ഉണ്ടാവും അല്ലേ? ആ എന്റെ വൈഫ് എന്നെ ആയതുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഈ കാറുണ്ട്, ഈ കാർ നീ കണ്ടിട്ടുണ്ടോ നാട്ടിലെവിടെ? ഇതിവിടെ മാത്രം ട്രാവലിനല്ല, ടൊയോട്ടയുടെ ഏതൊരു മോഡലാ ഇത്. ഈ GCC കൺട്രിയില് മെയിൻ ആയിട്ട് പണ്ടൊട്ടേ ആൾക്കാരുടെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. കാറ്റ് നമ്മള് പത്തോ അച്ചാതി കാറ്റാ ചൂതിരിക്കുന്നത്. തെങ്ങ് വരെ മലന്ന് നിൽക്കുക, അത്ര കാറ്റാണ്. എത്ര കാറ്റാ കേട്ടോ. ആടിയാ നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. അപ്പോൾ ചായ കുടിക്കാൻ നമ്മള് ചായ കുടിക്കുന്ന സ്പോട്ടിലൊക്കെ ഏകദേശം എത്താറ്. സ്ട്രീമിങ് ചെയ്തിട്ടുണ്ടല്ലേ? കാണിക്കാൻ വേണ്ടിയില്ല. കടക്ക മസാല ഇഷ്ടമുള്ള ചായ, മസാല ടീയ. കുറേ ഏറ്റവും കൂടുതൽ ആൾക്കാർ
പൊടിക്കുന്ന സാധനങ്ങൾ. എടുക്കാം. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പറ്റാ നമുക്ക് പോയി പോയിട്ടാണ്. വെറുതെ കയറില്ല, സ്പാറ് വെറുതെ കയറി സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് നോക്കില്ല. ഗൈസ് ഇപ്പോൾ സമയം 7:27 PM. ഞങ്ങൾ പുറത്തു പോയിട്ട് വന്ന് കയറിയതേ ഉള്ളൂ. അത്യാവശ്യം ടയേർഡാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ മിനി വ്ളോഗ് നമ്മളിവിടെ നിർത്തുകയാണ്. ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുക. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ അതനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം നമ്മളിവിടെ നിർത്തുകയാണ്. ദിസ് ഈസ് ജയം ഫൺ ഡേയ്സ് സൈനിങ് ഓഫ്.